ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാജൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഠന മികവ് രേഖ 2020-2021 പ്രവർത്തന കാർഡിലെ 4ാം ക്ലാസ് EVS ഇംഗ്ലീഷ് മീഡിയം പ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നത്. EVS പാർട്ട് 3. ആദ്യത്തെ ആക്ടിവിറ്റി നോക്കാം. അപ്പ് അബവ് ദ സ്കൈ എന്ന യൂണിറ്റിലെയാണ്. ന്യൂ മൂൺ ഡേ. ഓൺ ദ ഡേ in which the sun, the moon and the earth come in a straight line and we cannot see the illuminated part of the moon. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്ന സ്ഥാനക്രമത്തിൽ ഇവ നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുക. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം മാത്രം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രനെ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് എന്ത്? ന്യൂ മൂൺ ഡേ, അതായത് അമാവാസി. ഫുൾ മൂൺ ഡേ. The sun, the earth and the moon are in a straight line. The part of the moon where sunlight falls faces the earth and is fully visible from the earth. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് ഫുൾ മൂൺ ഡേ, അതായത് പൗർണമി. ഇവിടെ മൂണിൻ്റെയും സണ്ണിൻ്റെയും എർത്തിൻ്റെയും പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഡ്രോ ആൻഡ് റെക്കോർഡ് ദ പൊസിഷൻ ഓഫ് ദ മൂൺ, സൺ ആൻഡ് എർത്ത് ഓഫ് ഫുൾ മൂൺ ഡേ ആൻഡ് ന്യൂ മൂൺ ഡേ. അപ്പോൾ ഫുൾ മൂൺ ഡേയുടെയും ന്യൂ മൂൺ ഡേയുടെയും ചിത്രങ്ങൾ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. സണ്ണിൻ്റെയും എർത്തിൻ്റെയും മൂണിൻ്റെയും പൊസിഷൻ എങ്ങനെയാണ്. അപ്പോൾ ആ ചിത്രങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 61-ലുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കി വരക്കണം. ഓക്കെ. പിന്നെ എന്ത് പറയുന്നുണ്ട്? ബ്ലഡ് മൂണിനെ കുറിച്ചും ബ്ലൂ മൂണിനെ കുറിച്ചും സൂപ്പർ മൂണിനെ കുറിച്ചും പറയുന്നുണ്ട്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആസ് സ്റ്റോൺ ആസ് വിൻഡ് എന്ന പാഠഭാഗത്തിൽ നിന്നാണ്. ചേഞ്ച് ഓഫ് മാറ്റർ. ലെറ്റ് ലിസൺ ടു അമ്മു അബൌട്ട് ദ ചേഞ്ചസ് ഓഫ് മാറ്റർ. ഐ ഹീറ്റഡ് ഐസ് ഇൻ എ വെസൽ. ഇറ്റ് ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ. അഗെയിൻ ഐ ഹീറ്റഡ് ദ വാട്ടർ. ഇറ്റ് ചേഞ്ച്ഡ് ഇൻ ടു വേപ്പർ. ആൻഡ് ദെൻ ഐ കൂൾഡ് ദ വേപ്പർ. ഇറ്റ് അഗെയിൻ ചേഞ്ച്ഡ് ഇൻ ടു വാട്ടർ. ഐ കെപ്റ്റ് ദ വാട്ടർ ഇൻ ദ ഫ്രിഡ്ജ്. ഇറ്റ് ബിക്കെയിം ഐസ്. അപ്പം എന്താണ് പറയുന്നത്? അമ്മു പറയാണ്, അവള് ഐസിനെ ചൂടാക്കി, അത് വെള്ളമായി, വെള്ളം വീണ്ടും ചൂടാക്കി, നീരാവിയായി, നീരാവിയെ തണുപ്പിച്ചു, അത് വെള്ളമായി, വെള്ളത്തെ വീണ്ടും തണുപ്പിച്ചപ്പോൾ ഐസായി മാറി. കംപ്ലീറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഓഫ് വാട്ടർ. എങ്ങനെയാണ് വരുന്നത്? ഐസ്, ഹീറ്റിംഗ്, വാട്ടർ. ഐസ് ചൂടാക്കുന്നു, എന്താവുന്നു? വെള്ളം. വാട്ടർ ഹീറ്റിംഗ്, വാട്ടർ വേപ്പർ. വെള്ളം ചൂടാക്കുന്നു, നീരാവിയാകുന്നു. വാട്ടർ വേപ്പർ കൂളിംഗ് വാട്ടർ. നീരാവി തണുപ്പിക്കുന്നു, വെള്ളമാകുന്നു. വാട്ടർ കൂളിംഗ് ഐസ്. വെള്ളം തണുപ്പിക്കുന്നു, ഐസാകുന്നു. Next activity, features of air. Read the findings of Raju about air. Air. Air has weight. Air needs space to occupy. Air has no shape. Air is around us. വായു നമുക്ക് ചുറ്റുണ്ട്. വായുവിന് വെയിറ്റ് ഉണ്ട്. പിന്നെയോ സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം. നമുക്ക് ചുറ്റിലും വായു ഉണ്ട്. രാജു ആൻഡ് നീന ആർ ഫില്ലിംഗ് വാട്ടർ ഇൻ bottles of same size using funnel. രാജുവും നീനയും ഫണൽ ഉപയോഗിച്ച് ഒരേ അളവുകളുള്ള രണ്ട് കുപ്പികളിൽ വെള്ളം നിറക്കുകയാണ്. അപ്പോൾ ഹൂസ് ബോട്ടിൽ ഫിൽ ഫസ്റ്റ്. ആരുടെ കുപ്പിയാണ് ആദ്യം നിറയുന്നത്? രാജുവിൻ്റേതാണ്. അതായത് ഫണൽ ഉയർത്തി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കുപ്പിയിലെ എയർ മുകളിലേക്ക് പോയി പെട്ടെന്ന് വെള്ളം നിറയും. ഓക്കെ. Next activity, let's do the experiment. അപ്പോൾ ഈ പ്രവർത്തനം
ഈ പരീക്ഷണം നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ? മെറ്റീരിയൽസ് നീഡഡ് എന്തൊക്കെയാണ് വേണ്ടത്? വാട്ടർ ബോട്ടിൽ ഫണലും. മെത്തേഡ് ഓഫ് എക്സ്പെരിമെൻറ്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫില്ലിംഗ് വാട്ടർ ഇൻ ബോട്ടിൽ യൂസിങ് ഫണൽ. ഫണൽ ഉപയോഗിച്ച് നമ്മൾ ബോട്ടിൽ വെള്ളം നിറക്കുന്നു. ഫൈൻഡിങ്സ് എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? വാട്ടർ ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ്. ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് വെസൽ ഇൻ വിച്ച് ഈസ് കണ്ടെയ്ൻഡ്. അതായത് വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല, അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിന്റെ ആകൃതിയിൽ അത് സ്ഥിതി ചെയ്യുന്നു. എയർ ഈസ് അറൗണ്ട് us. We breathe oxygen from the air. Moving air is called wind. Air occupies space. Next activity, matter. Ramya prepared a table of matter and its features. Common features: matter, weight, shape, place to occupy, state of matter. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മാറ്റേഴ്സ് എന്തൊക്കെയാണ്? വാട്ടർ, വാട്ടറിന് വെയിറ്റ് ഉണ്ട് അല്ലേ? യെസ്. ഷേപ്പ് നോ. പ്ലേസ് ഓഫ് ഒക്കുപ്പൈ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. യെസ്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഏതവസ്ഥയാണ്? ലിക്വിഡ്. സ്മോക്ക് പുക. വെയിറ്റ് യെസ്. ഷേപ്പ് നോ. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഗ്യാസസ്. സ്റ്റോൺ വെയിറ്റ് യെസ്. ഷേപ്പ് യെസ്. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ് ഓഫ് മാറ്റർ സോളിഡ്. വേപ്പർ വെയിറ്റ് യെസ്. ഷേപ്പ് നോ. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഗ്യാസസ്. കെറോസിൻ വെയിറ്റ് യെസ്. ഷേപ്പ് നോ. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ലിക്വിഡ്. മിൽക്ക് വെയിറ്റ് യെസ്. ഷേപ്പ് നോ. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ലിക്വിഡ്. ബ്രിക്ക് വെയിറ്റ് യെസ്. ഷേപ്പ് യെസ്. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോളിഡ്. മാറ്റർ പെൻ വെയിറ്റ് യെസ്. ഷേപ്പ് യെസ്. പ്ലേസ് ടു ഒക്കുപ്പൈ യെസ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ സോളിഡ്. ഹാവ് യു സീൻ ദ ടേബിൾ? അപ്പോൾ നിങ്ങൾ ഈ ടേബിൾ ശ്രദ്ധിച്ചില്ലേ? ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ലിക്വിഡ്? ദ്രാവകത്തിന്റെ പൊതു സ്വഭാവങ്ങൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡ് ഹാവ് വെയിറ്റ്, ക്യാൻ ബി ടച്ച്ഡ്, ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ് വെയിറ്റ് ഉണ്ട്, നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയും. പിന്നെയോ അതിന് ഒരു നിശ്ചിത ആകൃതിയില്ല. വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് സോളിഡ്? ഖരാവസ്ഥയിലുള്ളതിൻ്റെ കോമൺ ഫീച്ചേഴ്സ് ഇതാ പറഞ്ഞിട്ടുണ്ട്. ഡു നോട്ട് ഫ്ലോ ഒഴുകുന്നില്ല. ഹാവ് വെയിറ്റ് വെയിറ്റ് ഉണ്ട്. ക്യാൻ ബി ടച്ച്ഡ് ടച്ച് ചെയ്യാൻ പറ്റും. ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് അതിന് ഷേപ്പ് ഉണ്ട്. ഗിവ് മോർ എക്സാമ്പിൾസ് ഫോർ ലിക്വിഡ്. ലിക്വിഡിന് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. കോക്കനട്ട് ഓയിൽ, ഡീസൽ, മിൽക്ക്, പെട്രോൾ, കെറോസിൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി, മൈ സ്കൂൾ. റീഡിംഗ് ആൻഡ് ഡ്രോയിങ് മാപ്സ് എന്നുള്ള പാഠഭാഗത്തിലെയാണ്. ഏഞ്ചൽ മാർക്ക്ഡ് ദ layout of her school and details of her school in her EVS notebook. The state's highway passes through the eastern part of my school. The flag post is in the south, the stage in the west, the kitchen in the north. There is a well in the western side of the kitchen. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട് അല്ലേ? സൂചിക തന്നിട്ടുണ്ട്. കിച്ചൺ എവിടെയാണെന്നാണ് പറഞ്ഞത്. ഫ്ലാഗ് പോസ്റ്റ് എവിടെയാണ്? തെക്കിലാണ്. സ്റ്റേജ് ഇൻ ദ വെസ്റ്റ്. സ്റ്റേജ് എവിടെയാണ്? പടിഞ്ഞാറ്. ദ കിച്ചൺ ഈസ് ദ നോർത്ത്. കിച്ചൺ നോർത്തിലാണ്, വടക്കിൽ. ദർ ഈസ് എ വെൽ ഇൻ ദ വെസ്റ്റേൺ സൈഡ് ഓഫ് ദ കിച്ചൺ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. When we draw a map, we note the directions like this. ഇത് നോക്കിയാണ് ഭൂപടങ്ങളുടെ ദിശ മനസ്സിലാക്കുന്നത്.
പ്രിപ്പയർ ദ ലേ ഔട്ട് ഓഫ് അവർ സ്കൂൾ. നിങ്ങളുടെ ഇതുപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് കിച്ചൺ എവിടെയാണ്, ഡയറക്ഷൻ ഓഫ് വെൽ എവിടെയാണ്, ഡയറക്ഷൻ ഓഫ് ദ ഫ്ലാഗ് പോസ്റ്റ് എവിടെയാണ്, ഡയറക്ഷൻ ഓഫ് ദ റോഡ്, ഡയറക്ഷൻ ഓഫ് ദ സ്റ്റേജ്. അപ്പം ഞാൻ ഇവിടെ ഒരു സ്കൂളിൻ്റെ ഡയറക്ഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. ആഡ് മോർ ഡീറ്റെയിൽ ആൻഡ് പ്രിപ്പയർ ഇൻഡിക്കേറ്റർ. അതനുസരിച്ചിട്ടൊരു സൂചിക തയ്യാറാക്കണം. കിച്ചൺ, സ്റ്റേജ്, വെൽ, ഫ്ലാഗ് പോസ്റ്റ്, റോഡ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിൻ്റെ ഒരു രേഖാചിത്രം വരക്കാനാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഒബ്സർവ് ദ മാപ്പ് ഓഫ് കേരള മാർക്ക്ഡ് ബൈ ഗോപിക. അപ്പോൾ ഗോപിക കേരളത്തിൻ്റെ ഭൂപടം വരച്ച് മാർക്ക് ചെയ്തത് നോക്കൂ. ഇൻഡിക്കേറ്റർ സൂചിക തന്നിട്ടുണ്ടല്ലേ. എയർപോർട്ട്, സ്റ്റേറ്റ് ബൗണ്ടറി, ഡിസ്ട്രിക്ട് ബൗണ്ടറി, ഹാർബർ, ക്യാപിറ്റൽ സിറ്റി, റെയിൽ ലൈൻ, ബേർഡ് സാങ്ച്വറി, ടൂറിസ്റ്റ് സെൻറ്റർ. ആഡ് മോർ ഇൻഫർമേഷൻസ് ഇൻ ദ മാപ്പ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തന്നിട്ടുള്ള കോവളം എ ടൂറിസ്റ്റ് പ്ലേസ് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ അത് നിങ്ങൾ കേരളത്തിൽ അവിടെ തിരുവനന്തപുരം അവിടെ നിങ്ങളത് അടയാളപ്പെടുത്തണം. ഓക്കെ, ടൂറിസ്റ്റ് സെൻറ്ററാണ്. ഓക്കെ, പിന്നെയോ കുറുവാദ്വീപ് ടൂറിസ്റ്റ് സ്പോട്ട് ഇൻ വയനാട് ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നിങ്ങൾ അത് വയനാട് ഡിസ്ട്രിക്റ്റിൽ അത് വരച്ചു ചേർക്കണം. ഓക്കെ, പിന്നെ കുമരകം ബേർഡ് സാങ്ച്വറി ഇൻ കോട്ടയം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അവിടെ ഏത് സൂചിക, ഏത് ചിഹ്നങ്ങളാണ് അവിടെ വരുന്നതെന്ന്. പിന്നെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി ഇൻ എറണാകുളം ഡിസ്ട്രിക്റ്റ്. അപ്പോൾ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ ഒരു ചെറിയൊരു ബേർഡിൻ്റെ ചിത്രമാണ്. ആ ഒരു ചിഹ്നം നിങ്ങളവിടെ വരച്ചു ചേർക്കണം. ഓക്കെ, കേരള ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടൂറിസ്റ്റ് സെൻറ്റർ ഇൻ കേരള. കേരള ഈസ് നോൺ ആസ് ഗോഡ്സ് ഓൺ കൺട്രി. The main tourist center in Kerala include seashores, lakes, high range wildlife sanctuaries, etc. Kerala is blessed with 44 rivers. Among them, 41 flow towards the west and 3 to the east. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.